പൊതുമേഖലാ സംരംഭമായ കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 300 കോടി വിലമതിപ്പുള്ള സ്ഥാപനം 30 കോടി രൂപയ്ക്കാണ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയിരിക്കുന്നത്. സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയ പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തി. വിവരങ്ങളുമായി ജിഷ്ണ സുരേഷ് ചിരികയാണ്. ജിഷ്ണ, ഏത് സാഹചര്യത്തിലാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയിരിക്കുന്നത്? എത്രത്തോളം പ്രതിഷേധവും അതുകൊണ്ട് തന്നെ ശക്തവുമാണ്? കെ പി സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് സമയത്താണ് ഇത്തരത്തിൽ ഒരു കച്ചവടം നടന്നിരിക്കുന്നത് എന്നത് തന്നെ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. ഇത് എളമരം കരീമിന്റെ പ്രധാനമായും LDF സ്ഥാനാർത്ഥിയായ എളമരം കരീമിന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും എടുത്തു പറഞ്ഞിരുന്ന കാര്യമാണ് ഈ ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് സംരക്ഷിക്കുമെന്നത്. ഈ സ്റ്റീൽ കോംപ്ലക്സ് ആണ് ഇപ്പോൾ 300 കോടി ആസ്തി വരുന്ന സ്റ്റീൽ കോംപ്ലക്സ് ആണ് ഇപ്പോൾ 30 കോടി രൂപയ്ക്ക് മറച്ചുവിറ്റത് എന്നത് വലിയൊരു വിവാദമായി തന്നെ തുടരുന്നു. ഇതിൽ ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇത് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് കാനറ ബാങ്കിൽ നിന്നും റീറോളിംഗ് മിൽ സ്ഥാപിക്കാനായി 2014 ഈ കമ്പനി 65 ലക്ഷം രൂപ 65 കോടി രൂപ കടമെടുക്കുന്നത്. പിന്നീട് പലിശയുടെ പലിശയും ഒക്കെയായി 107 കോടിയിലേക്കായി കടബാധ്യത എന്ന് തന്നെ പറയാം. റീറോളിംഗ് മില്ലിന്റെ പ്രവർത്തനം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 300-ലധികം തൊഴിലാളികളാണ് ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 30 തൊഴിലാളികൾ മാത്രമായി ഈ കമ്പനിയുടെ പ്രവർത്തനം നിശ്ചലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ കാനറ ബാങ്കിന് നൽകിയ തുക അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഈ സ്റ്റീൽ കോംപ്ലക്സിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം മറച്ചുവിറ്റത് എന്നതിൽ വലിയൊരു വിവാദം തന്നെയാണ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു മറച്ചുവിക്കൽ പ്രക്രിയ നടന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും വലിയൊരു പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. KP കോഴിക്കോട് നിന്നും ജിഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.